ഈ ചാനൽ നിങ്ങൾ കണ്ടുപോകുന്നുണ്ടല്ലോ, അതുപോലെ കുറച്ച് പേര് ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ വെറുതെ കണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. മിനിറ്റ് വരെയുള്ള ഒരു എക്സാം ആയിരുന്നത്, ഇപ്പോൾ അത് അവർ 4 hour ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈംസ് ആവാതെ തന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ ഇനി ആദ്യം തന്നെ ഞാൻ വേറൊരു കാര്യമാണ് പറയുക. നമ്മൾ എന്തൊക്കെ ഉപകാരപ്പെട്ട വീഡിയോസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ICDയുടെ നിങ്ങൾക്ക് അടിപൊളി ഒരു ക്വസ്റ്റ്യനെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ കുറേ എന്നോട് വീഡിയോ ചോദിക്കുന്നുണ്ട്, CPT ചോദിക്കുന്നുണ്ട്, അതുപോലെ അനാട്ടമി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ വെറുതെ തരണില്ല, ഒന്നുമില്ല. നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ കണ്ടുപോകുന്നുണ്ടല്ലോ, അതുപോലെ കുറച്ച് പേര് ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ വെറുതെ കണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടിയും ഉപകാരപ്പെട്ട വീഡിയോ ആയ കാരണം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്തായാലും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അറിയില്ല ഇതെങ്ങനെയാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നതെന്നുള്ള അറിയില്ല. അതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അതേപോലെ നിങ്ങൾ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത കുറച്ച് കുട്ടികളുണ്ട്, അവർക്ക് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്ന ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ CPCയുടെ എക്സാം ടിപ്പ്, നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ എക്സാം ടിപ്പിനെ കുറിച്ചിട്ട് അടിപൊളി കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോണത്. നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ഞാൻ എക്സാം ടിപ്സ് പെട്ടെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ, ഇപ്പോൾ CPC എക്സാമിന് പോകുമ്പോൾ വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്, അതല്ലാതെ ഒരു എക്സാമിന് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് വേണ്ടിയെന്ന് വെച്ചാൽ നൈറ്റ് നിർബന്ധമായിട്ടും സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നിങ്ങൾക്കറിയാം, കുറച്ച് മുന്നേ വരെ 5 മണിക്കൂർ 40 മിനിറ്റ് വരെയുള്ള ഒരു എക്സാം ആയിരുന്നത്, ഇപ്പോൾ അത് അവർ 4 hour ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങാതെ പിറ്റേ ദിവസം ഈ 5 മണിക്കൂർ 40 മിനിറ്റ് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇപ്പോൾ 4 hour ആണ് എക്സാം. എന്നാലും നിങ്ങൾ നൈറ്റ് സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വളരെ കാമായിട്ടും ക്വയറ്റായിട്ടും വേണം നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കാൻ. എക്സാം ഹാളിൽ മാക്സിമം ഒരു 15 മിനിറ്റ്സോ 20 മിനിറ്റ്സ് മുന്നേ നിങ്ങൾ എത്തണം. ഹറി ബറിയായിട്ട് എത്തരുത്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ അവർ പറയും ഇന്ന സ്ലോട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ബുക്സൊക്കെ ആയിട്ട് അവർ ഒരു സ്ലോട്ട് ഉണ്ടായിരിക്കും, അതിൽ പോയി ഇരിക്കാൻ പറയും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇത് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് പറയും ഇരുന്നോളാൻ പറയും. അപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ വന്നിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇതായിരുന്നു. പിന്നെന്ന് പറയണത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നെർവസ് ആവാതെ ഇരിക്കുക. നെർവസായിട്ട് അറിയണ ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് വെക്കാതെ ഇരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റ് ടെക്നിക്കൽ മീൻസ് നിങ്ങൾക്ക് എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ കറക്റ്റ് എങ്ങനെയെന്നുള്ളതൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ക്വയറ്റ് ആയിട്ടിരിക്കുക. പിന്നെ എക്സാം ഹാളിൽ പോകുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ കൊണ്ടുപോകേണ്ട 2-3 കാര്യങ്ങളുണ്ട്. 2 ID പ്രൂഫ് നിർബന്ധമായിട്ട് വേണം. അതിൽ നിങ്ങളെ അഡ്രസ്സും നിങ്ങളെ ഫോട്ടോ ഒക്കെ വളരെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ പെൻസിലാണ് നമ്മൾ അവിടെ കൊണ്ടുപോയ OMR ടൈപ്പാണ് പെൻസിൽ. ഒരു 3 പെൻസിലെങ്കിലും ഷാർപ്പൻ ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഷാർപ്നർ, ഇറേസർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് പോയിന്റിലോട്ട് കിടക്കുക. ഫോണ് അലൗഡ് അല്ല, അങ്ങനത്തെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പോവാൻ. പിന്നെ നിങ്ങളെ AAPCന്ന് കൊണ്ടുപോകേണ്ട ഒരു കൺഫർമേഷൻ ലെറ്റർ ഉണ്ട്, അത്
നിർബന്ധമായിട്ടും കൊണ്ടുപോവുക. പിന്നെ നിങ്ങൾക്ക് ഓരോ സെൻറ്ററിലും ചിലപ്പോൾ ചില സെൻറ്റേഴ്സിൽ എന്താണ് നിങ്ങൾക്ക് RT-PCR ടെസ്റ്റ് വേണ്ടി വരില്ല. ചില സെൻറ്റേഴ്സിൽ RT-PCR ടെസ്റ്റ് വേണം. അത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് കൺഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുത്തിട്ടായാലും അല്ല നിങ്ങൾ ഡയറക്റ്റ് നോക്കിയിട്ടായാലും നിർബന്ധമായിട്ടും RT-PCR ടെസ്റ്റ് വേണ്ടിയ ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ടൈം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പോകുമ്പോൾ തന്നെ ഹറിബറി ആയില്ലെങ്കിൽ നമ്മൾ നെർവസ് ആവാതെ തന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനിയാണ് ഞാൻ എക്സാമിലോട്ട് കടക്കാൻ പോകുന്നത്. എക്സാം എഴുതുമ്പോൾ വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട നിങ്ങൾ കാര്യം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യന്മേ ഒരിക്കലും സ്റ്റക്കായി നിൽക്കാൻ പാടില്ല. നമ്മളൊരു ക്വസ്റ്റ്യനിൽ മാക്സിമം 2 minutes ആണ് നമുക്ക് എത്ര സെക്കൻഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റിൽ തന്നെ റീഡ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുക. ആ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് രണ്ടാമത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കേണ്ടി വരുമെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വായിക്കുക. പിന്നെ എത്ര നോക്കിയിട്ടും ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ നോട്ട് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ അപ്പോൾ ആ ടൈമിന് വിടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്കി കുത്താൻ തോന്നുന്നു കറക്കി കുത്തുക. ഒരിക്കലും അതും ഇരുന്നിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ്റെ ടൈം കളയരുത്. എല്ലാത്തിനും സെയിം വെയിറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആക്യുറസി കുറയാൻ പാടില്ല. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യന്മേ ഒരിക്കലും സ്റ്റക്കായി നിൽക്കരുത്. നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. ഓക്കെ, നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോവാം. ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് ലേറ്റായി പോയിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ട്, 15 മിനിറ്റേ ഉള്ളൂ, ഒന്നും ചെയ്യാനില്ല, ബ്ലാങ്കായി വിടണക്കാട്ടും നല്ല അറ്റ്ലീസ്റ്റ് അത് അറ്റൻഡ് ചെയ്തെടുക്കുക. OMR നിങ്ങൾ റൗണ്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നോക്കിയിട്ട് തോന്നുന്നതിൽ നിങ്ങൾ അത് ഇതാക്കി വിടുക. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ ബ്ലാങ്കായി വിടരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കറക്കി കുത്താൻ ശരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കിൽ ചിലപ്പോൾ നിങ്ങൾ പാസ്സായി പോകാൻ പറ്റും. അപ്പോൾ അത് അടുത്തൊരു ടിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബ്ലാങ്കായി വിടരുതെന്ന് ഞാൻ നേരത്തെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ 4 ഓപ്ഷൻസും നിങ്ങൾ നോക്കും. 4 ഓപ്ഷൻസ് നോക്കിയിട്ട് ഏകദേശം നിങ്ങൾക്ക് ഇതെല്ലാം തോന്നുന്നത് കട്ട് ചെയ്ത് കളയേ. എന്നിട്ട് പിന്നെ നിങ്ങൾക്കുള്ള 2 ഓപ്ഷൻസിൽ കോഡ് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തെടുക്കുക. പക്ഷെ അത് നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ 4 ഓപ്ഷനും നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം ചെറിയ ഡിഫറൻസാണ് നമ്മൾ കോഡ് വരിക. ചിലപ്പോൾ ഒരു കോഡ് അതേപോലെ നിങ്ങൾക്ക് മോഡിഫയേഴ്സിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കും അതിൽ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ മോഡിഫയേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് CPCക്ക്. ഓക്കെ, പിന്നെ OMR ഷീറ്റിൽ നിങ്ങൾ ബബിൾ ചെയ്യുന്ന സ്ഥലത്ത് ABCDയിൽ മാക്സിമം കറക്റ്റ് തന്നെ അതിൽ നോക്കിയിട്ട് ബബിൾ ചെയ്യാൻ നോക്കുക. പിന്നെ ഒന്നും അയച്ച് അടുത്തമ്മ ഇരുന്ന് ലാസ്റ്റ് അത് ഇലക്ട്രോണിക്കലി നമ്മൾ നോക്കണതാണ്. അത് തെറ്റിപ്പോവാതിരിക്കുക. അപ്പോൾ അതല്ലാതെ വേറെ മാർക്സോ കാര്യങ്ങളോ ഒന്നും അതിൽ ഉണ്ടാവാൻ പാടില്ല. അത് നിങ്ങൾ ഓപ്ഷൻസിൽ കറക്റ്റ് ഇതാക്കണമെന്ന് മാത്രം കറക്റ്റ് പെൻസിലുകൊണ്ട് ബബിൾ ചെയ്ത് നല്ല വൃത്തിക്ക് ബബിൾ ചെയ്തിട്ട് ആ സർക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത്, സർക്കിളാണെന്ന് വെച്ചാൽ സർക്കിൾ, സ്ക്വയർ ടൈപ്പുള്ളതാണെന്ന് വെച്ചാൽ സ്ക്വയർ ടൈപ്പുള്ളത്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. പിന്നെ നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറയേണ്ട കാര്യങ്ങളായിരുന്നു. നിങ്ങൾ ഒരു ബോട്ടിൽ വാട്ടറും കുറച്ച് സ്നാക്സുമായിട്ട് ചെറുതായിട്ടുള്ള സ്നാക്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമില്ലാത്ത ആൾക്കാർ വേണ്ട, ഒരു ബോട്ടിൽ വെള്ളം മാത്രം സൈഡിൽ വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കുക. അപ്പോൾ പറഞ്ഞ പോലെ സ്നാക്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കുക. പിന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ തന്നെ കോൺഫിഡൻ്റ് ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നെർവസ് ഇപ്പോൾ എല്ലാവർക്കും നെർവസ് ഉണ്ടാകും. നെർവസ് പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്കും എക്സാം എഴുതുമ്പോൾ ടെൻഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് ചിലർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരുന്ന ആൾക്കാരുണ്ട്, നമുക്ക് ടെൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കുക. പിന്നെ അതേപോലെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ അഥവാ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു ഡീപ്പ്
ബ്രെത്ത് എടുക്കുക, ഡീപ്പ് ബ്രെത്ത് എടുത്ത് നിങ്ങളൊരു കോൺഫിഡൻ്റ് ആവണ വരെ നിൽക്കുക. പിന്നെ ഇനിയിപ്പോൾ അഥവാ ടൈമില്ലാതെ കൈവിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കറക്കി കുത്തിയെങ്കിലും ചെയ്യുക. മാക്സിമം നിങ്ങൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക. കാരണം സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഓൾറെഡി നെർവസ് ആയിരിക്കും. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് എഴുതുന്ന എക്സാമാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ടിപ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കണേ. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മളേതായ ചെറിയ ഒരു ഹിഡൻ ടിപ്സ് ഉണ്ട്. നമ്മൾ ഇൻഡസിലത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ ചെറിയ ഹിഡൻ ടിപ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഇൻഡസിൽ ജോയിൻ ചെയ്ത് അതിൻ്റെ CPC എക്സാം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നമ്മളെ ചെറിയ ഒരു ഹിഡൻ ടിപ്സാണ്. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.